കേശാലങ്കാര രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യത്തോടെ പ്രകാശ് വിക്സ് നാടകം, നൃത്തനാടകം, മിമിക്സ്, സീരിയൽ, സിനിമാ താരങ്ങൾക്ക് അവരുടെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ കേശാലങ്കാര നിർമ്മിതിയിൽ പ്രാവീണ്യം നേടിയ വിഗ് ഡിസൈനർ ശ്രീ വി പ്രകാശ്, ഹെഡ് ഓഫീസ്, കല്ലറ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ആത്മാവിൻ്റെ കലയാണ് നാടകം. മനുഷ്യന്റെ മുഖത്തു നോക്കി സത്യം പറയുന്ന കലയാണ് നാടകം. നാടക് വൈക്കം മേഖല രംഗധ്വനി 2020-ൽ 24-ാം ദിവസമായ ഇന്ന് കടുത്തുരുത്തി ബ്ലാക്ക് വൈറ്റ് കർട്ടൻ തിയേറ്റർ അവതരിപ്പിക്കുന്ന ഇന്ത്യൻ കൊളാഷ്, രചന, സംവിധാനം ബാബു ജോസഫ്. നാടകം അവതരിപ്പിക്കുന്നതിനു വേണ്ടി നാടക സംഘത്തെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും നമസ്കാരം. ഞാൻ ബാബു ജോസഫ്. ഇന്ത്യൻ കൊളാഷ് എന്ന ഈ നാടകത്തിൻ്റെ രചനയും സാക്ഷാത്കാരവും ഞാനാണ് ചെയ്തിരിക്കുന്നത്. മനുഷ്യപരിണാമത്തിൻ്റെ ഇപ്പോഴും തുടരുന്ന പതിറ്റാണ്ടുകളുടെ യാത്രയിൽ ബൗദ്ധിക, മാനസിക, വ്യാപാര മേഖലകളിൽ അവനേറെ പിന്നിട്ടെങ്കിലും അവൻ്റെ പ്രാഗ്രൂപമായ ഗോത്രചാബല്യങ്ങൾ അവനൊരൊഴിയാബാധയായി അവൻ്റെ സിരകളിൽ ഒഴുകുന്നത് കൊണ്ട് തന്നെയാണ് ഏതൊരു സംസ്കാരത്തെയും പിൻപറ്റുമ്പോഴും അവനിലെ ഗോത്രീയ ശീലങ്ങൾ അവനറിയാതെ തന്നെ അവനിൽ ഉറവ് മുട്ടുന്നത്. നാം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതുതന്നെ. ചെറു ചെറു ഗോത്ര സംഘടനകളിൽ തുടങ്ങി അണുവിസ്ഫോടനങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന മനുഷ്യകുലത്തിൻ്റെ ഇന്നത്തെ ഗോത്രീയ സംസ്കാരം. ഈ ഒരവസ്ഥയിലാണ് കലാകാരന്മാർ, പ്രത്യേകിച്ച് നാടകപ്രവർത്തകർ, അവരുടെ സർഗശേഷിയെ ആത്മപ്രകാശനം എന്നതിലുപരി മനുഷ്യകുലത്തിന് അനുഗുണമായി വർത്തിക്കേണ്ടുന്ന സർഗഭൂമികയിലേക്ക് സഹചാരികളെ കൈപിടിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണെന്ന് പറയട്ടെ കടുത്തുരുത്തി ബ്ലാക്ക് വൈറ്റ് കർട്ടൻ തിയേറ്റർ നാടക് വൈക്കം മേഖല നടത്തുന്ന അഖില ലോക മലയാള ശബ്ദനാടകമേളയിൽ പങ്കാളിയാവുന്നതും എന്തുകൊണ്ടും ഏറെ ആശാവഹമായൊരു തുറവിയാണ് നാടകിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും. ലോകം വീക്ഷിക്കുന്ന, ജനതയെ അറിയുന്ന നാടകിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടുത്തുരുത്തി ബ്ലാക്ക് വൈറ്റ് കർട്ടൻ തിയേറ്റർ അവതരിപ്പിക്കുന്ന ഇന്ത്യൻ കൊളാഷ് എന്ന നാടകം കേൾക്കുവാൻ എരിഞ്ഞടങ്ങുന്ന ഈ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലോകത്തെവിടെയുമുള്ള ശ്രോതാക്കളെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. വർത്തമാനകാല ഇന്ത്യൻ പരിസരങ്ങളുടെ ചില വെട്ടിയൊട്ടിക്കലുകൾ. കടുത്തുരുത്തി ബ്ലാക്ക് വൈറ്റ് കർട്ടൻ തിയേറ്റർ അവതരിപ്പിക്കുന്നു ഇന്ത്യൻ കൊളാഷ്. ശബ്ദാഭിനയം: പുരുഷൻ ശിവപ്രസാദ് പെരുവ, സ്ത്രീ രാഹി അമ്മു എറണാകുളം, ന്യൂസ് റീഡർ സിജു ഐസക് പെരുവ, കുട്ടി റോസ്മരിയ ബാബു, പശ്ചാത്തല ശബ്ദം ബാബു ജോസഫ്, ശബ്ദമിശ്രണം പ്രദീപ് അതിരമ്പുഴ, ഓർക്കസ്ട്ര ബിനോയ് വയലിൻ, പോസ്റ്റർ ഡിസൈൻ വിഷ്ണു വൈക്കം. സമർപ്പണം: നീതി നിഷേധിക്കപ്പെടുന്ന ലോകത്തെ ഓരോ മനുഷ്യജീവനും
നാടക എഴുത്ത് സാക്ഷാത്കാരം ബാബു ജോസഫ് കടുത്തുരുത്തി. നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രശസ്ത മനുഷ്യാവകാശ പരിസ്ഥിതി പ്രവർത്തകയും എഴുത്തുകാരിയും പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷകയുമായ പ്രകൃതി സൂര്യകിരണിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെ ഏകദേശം 4 മണിയോടെ അവരെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റി. പശ്ചിമഘട്ട മലനിരകളെ വിഴുങ്ങുന്ന ഡാം നിർമ്മാണത്തിനെതിരെ 1.5 വർഷത്തോളമായി അവർ നിരാഹാര സമരത്തിലായിരുന്നു. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മണ്ണ് ക്വാറി ഖനനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും വരും കാലങ്ങളിൽ ഇത് തുറന്നാലുണ്ടായേക്കാവുന്ന വൻ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വിളനിലമായി കേരളം മാറുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ അവർ ദളിത് ആദിവാസികളുടെയും മറ്റ് പാർശ്വവൽകൃത സമൂഹങ്ങളുടെയും മനുഷ്യാവകാശ പോരാട്ട സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുവരുന്നു. 2018 മഹാപ്രളയത്തിന്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുൻപേ പെട്ടിമുടി ഉൾപ്പെടെ വലുതും ചെറുതുമായ നിരവധി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന നിറംകെട്ട കാലത്തിന്റെ നേർക്കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് കേരള സമൂഹം ദിനംപ്രതി കണ്ണു തുറക്കുന്നത്. പ്രകൃതി സൂര്യകിരണിന്റെ ജീവൻ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിനായ അവരുടെ അനുയായികൾ നടത്തിയ പ്രകടനത്തിന് നേരെ പോലീസിന്റെ പ്രകോപനപരമായ നടപടി നഗരത്തെ ഒരു കുരുതിക്കളമാക്കിയിരിക്കുകയാണ്. പോലീസ് വെടിവെപ്പിൽ 2 പേർ മരിക്കുകയും നൂറുകണക്കിനായ പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജില്ലാ കളക്ടർ ഒരാഴ്ച നിരോധനാജ്ഞ പുറപ്പെടുവിച്ചുകൊണ്ട് കൂടുതൽ കേന്ദ്ര പോലീസ് സേനയെ വിന്യസിച്ചിരിക്കുകയാണ്. മറ്റൊരു സുപ്രധാന വാർത്ത. രാജ്യതലസ്ഥാനത്ത് വ്യത്യസ്ത സ്ഫോടനങ്ങളിൽ 12 പേർ മരിച്ചായ റിപ്പോർട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേയുള്ളൂ. ഇപ്പോൾ തലസ്ഥാനത്ത് നൽകിയ ആ ദൃശ്യങ്ങളിലേക്ക്. എല്ലാ കലാപങ്ങളും ചരിത്രപരമായ കടമകളാണ് നിർവഹിക്കുന്നത്. രാജ്യത്തെ അടയാളപ്പെടുത്തുന്ന വിശുദ്ധ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനാണ് ഞങ്ങൾ അധികാരത്തിലേറിയിരിക്കുന്നത്. ജീവനും രക്തവും യുദ്ധവും ക്ഷാമവും പട്ടിണി മരണങ്ങളുമെല്ലാം നിങ്ങൾ ഞങ്ങൾക്കായി നൽകുന്ന ബലിദാനമാണ്. മഹത്തായ രാജ്യനിർമ്മിതിക്ക് അവ കൂടിയേ തീരൂ. കാറ്റിൻ്റെ മണം, ചുടുകാറ്റിൻ്റെ മണം. ചുടുകാറ്റിന് ചോരയുടെ മണം. ഇന്ന് കാറ്റിന് ഏറെ വേഗമുണ്ട്. ഈ കാറ്റെൻ്റെ കാഴ്ചകളെ മായ്ക്കുകയാണല്ലോ. ഏയ്, നീ ആരാണ്? ഞാൻ മലയിറങ്ങിയ ഗ്രാമങ്ങളെ കടന്ന് നഗരവന്യതയിൽ ശ്വാസം മുട്ടി അവിടെ നിന്നും മനം പിരട്ടുന്ന തെരുവിൻ്റെ ഓരോരോ ഇടങ്ങളിലും മുഴങ്ങുന്ന അലർച്ചകൾ കേട്ട് ആ അലർച്ചകൾക്കിടയിൽ ചോരയിട്ടുന്ന വാളോങ്ങി നിൽക്കുന്നവരുടെ കൂടെ വിളറി പൂണ്ട് ചുവന്ന നിന്റെ മുഖവും ഞാൻ കണ്ടിരുന്നു. പക്ഷേ എനിക്ക് നിന്നെ കാണുവാൻ കഴിയുന്നില്ലല്ലോ. നീ മനുഷ്യനാണ്, കണ്ണുകൾ തുറന്നിരിക്കുന്ന അന്ധനായ മനുഷ്യൻ. അന്ധനോ? ഞാനോ? എത്ര വിചിത്രമായിരിക്കുന്നു നിന്റെ വർത്തമാനങ്ങൾ. രൂപമില്ലാത്ത നീ, കാഴ്ചയില്ലാത്ത നീ, നീ എങ്ങനെ എന്നെ കാണും? നീ കണ്ണിലൂടെ മാത്രം കാണുന്നത് കൊണ്ടാണ് എന്നെ കാണാത്തത്. കാഴ്ചയുടെ സ്ഫടിക പ്രതലങ്ങളിൽ നിങ്ങൾ മതിലുകൾ പണിയുകയും അവിടെ തോന്നുന്നത് പോലെ നിറങ്ങൾ വാരിപ്പൂശുകയും ചെയ്യുന്നു. നീ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനുഷ്യരെ കുറിച്ചാണ്. അപ്പോൾ നീ? ഞാൻ കാറ്റും പുഴയുമാണ്, മണ്ണും മഴയുമാണ്, തീയും പ്രണയവുമാണ്. ഓ, അത് ശരി. നീ എന്നെ അളക്കുകയാണല്ലേ? അളവുകളും തൂക്കങ്ങളും നിങ്ങൾ മനുഷ്യർ സൃഷ്ടിച്ചു. ഈ 2 ഏകകങ്ങളിലൂടെ അല്ലാതെ ലോകനീതി സാധ്യമല്ലല്ലോ. എന്നിട്ട് നിങ്ങൾ നീതിയും ന്യായവും നടപ്പിലാക്കുന്നുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴും ലോകാത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രതിമകൾ പണിതുകൂട്ടുന്ന രാജ്യം, മതേതരത്വത്തിന്റെ അവസാന വാക്ക്, മാനവികതയുടെ വെള്ളരിപ്രാവുകൾ, ആകാശത്തു വട്ടമിട്ട് പറക്കുന്ന
എൻ്റെ സ്വന്തം രാജ്യം. ആ രാജ്യത്തെ ജീവശ്വാസം ശ്വസിച്ചുകൊണ്ടാണ് നീ നിന്റെ നെറികേടുകൾ വിളമ്പുന്നത്. സൂക്ഷിച്ചു വേണം. നാണമില്ലേ നിനക്ക് ശ്വാസിക്കുവാൻ? അധികാരത്തിന്റെ ആണൊരുക്കങ്ങളിൽ ഉരുകിത്തീരുന്ന നൊമ്പരങ്ങളും ശ്വാസം മുട്ടലുകളും ദാരിദ്ര്യവും പട്ടിണി മരണങ്ങളുമെല്ലാം നെറികേടുകളാവുന്നിടത്താണ് സ്വാതന്ത്ര്യത്തിന്റെ ദാഹമുണ്ടാവുന്നത്. നീ സ്വപ്നജീവിയാണ്. സ്വപ്നവും യാഥാർത്ഥ്യവും രണ്ടും രണ്ടാണ്. കറുപ്പും വെളുപ്പും പോലെ. നീ നിന്റെ മുഖം നിന്നിലേക്ക് തിരിച്ചു പിടിക്കൂ. നൂറ്റാണ്ടുകൾക്ക് പിറകിലേക്കുള്ള നിന്റെ പിന്നടത്തം കാണാം. ആ കാഴ്ച എത്ര ദയനീയമാണ്. തകർന്നടിഞ്ഞ ശിലാഖണ്ഡങ്ങളിൽ ആധുനിക ലോകത്തെ തിരയുന്ന നിന്റെ മഹാവിഡിത്തത്തിന്റെ വ്യഗ്രതയുടെ ജാളിതയുടെ മുഖം നീ സൂക്ഷിച്ചു നോക്കൂ. ഏകത്വത്തിലേക്കുള്ള യാത്രയാണത്. അവനവനിലേക്കുള്ള യാത്ര. അവിടെ നമ്മളല്ല. സ്വയം ബോധത്തിലേക്കുള്ള ആ നടത്തത്തിൽ നിന്നെപ്പോലുള്ളവർക്ക് പ്രവേശനം നിഷിദ്ധമാണ്. കർമ്മഫല ദോഷങ്ങൾക്ക് പോലും അർഹതയില്ലാത്ത എന്നും പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവർ. ബഹുസ്വരതയുടെ വിശാലതയിൽ ഏകത്വത്തിന്റെ രാഷ്ട്രീയ വിത്തെറിഞ്ഞ് മതം വളർത്തുന്ന നിങ്ങളുടെ ചാണക്യ തന്ത്രമാണത്. നീ പിന്നെയും നെറികേടുകൾ പറയുന്നു. കേട്ടില്ലേ ഉച്ചത്തിലുള്ള ആ കരച്ചിൽ? ഒടുവിൽ ഇടമുറിഞ്ഞിടറി നിശബ്ദമാകുന്ന കരച്ചിലുകൾ. എന്റെ കുഞ്ഞിന്റെ കരച്ചിലാണോ കേൾക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, മോക്ഷം കിട്ടാതെ അലയുന്ന ഏതോ ദുരാത്മാവാണ് നീ. കാണേണ്ടാത്തത് കാണുകയും കേൾക്കേണ്ടാത്തത് കേൾക്കുകയും ചെയ്യുന്ന സ്വയം ബോധ്യമില്ലാത്തവൾ. ആ ബോധ്യം ലഭിച്ചുവെന്ന് നീ വിശ്വസിക്കുന്ന, നിങ്ങൾ വിശ്വസിപ്പിക്കുന്ന ഉത്തമ പുരുഷന്മാരുടെ സ്ത്രീ വിരുദ്ധതയുടെ അഗ്നിയിൽ സ്ഫുടം ചെയ്ത അനേകമനേകം അകങ്കഥകളുടെ അരക്കില്ലങ്ങൾ എരിയുവാൻ തുടങ്ങിയിരിക്കുന്നു. പേടിപ്പിച്ചും കൊതിപ്പിച്ചും നിങ്ങൾ വളർത്തിയ മതഗോപുരങ്ങളും. നിർത്തുന്നുണ്ടോ വരുതിയില്ലാത്ത നിന്റെ നാവിന്റെ പുളച്ചിലുകൾ? ഞാനൊരമ്മയാണ്, രമ്യമോളുടെ അമ്മ. സ്കൂൾ വിട്ട് എന്നും വരുന്ന വഴിയിലൂടെ തന്നെയാണ് അവൾ വന്നത്. അവൾക്ക് വഴിമാറിപ്പോവില്ല. കാരണം വൈകുന്നേരമാവുമ്പോൾ അവളുടെ കുഞ്ഞു വയറിൽ വിശപ്പിന്റെ ഒരുതരം തീയില്ലേ, ആ തീയങ്ങ് കത്തും. ആ തീ കെടുത്തുവാനുള്ള വേഗത്തിൽ അവൾ എല്ലാം മറന്നാണ് വീട്ടിലെത്താറ്. അന്ന് എന്റെ കുഞ്ഞിനേറെ വിശന്നിരിക്കണം. ഉച്ചയ്ക്കുള്ള ചോറ് കൊടുത്തു വിടുവാൻ വീട്ടിൽ അരിയുണ്ടായിരുന്നില്ല. കാട്ടുപട്ടികൾ ഇരയെ കടിച്ചു കീറി തിന്നുന്നത് പോലെ തിന്നു തീർത്തില്ല എന്റെ കുഞ്ഞിനെ അവർ. അവസാനമായി അവളുടെ ശരീരമെങ്കിലും എനിക്കൊന്ന് കാണുവാൻ. പട്ടണത്തിലെ കോളേജ് ഹോസ്റ്റലിൽ നിന്നും ഉറക്കത്തിന്ന് എൻ്റെ കുഞ്ഞിനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയത്. ഇന്നിപ്പോ 6 ദിവസമായി എൻ്റെ കുഞ്ഞ്, എൻ്റെ ജനിത്രനെ അവർ. ഇപ്പോൾ നീ ജനിത്രന്റെ അമ്മ.
സത്യം പറ, നീ ആരാണ്? നീ മായാജാലക്കാരി അല്ല, ഏതോ ദുരാത്മാവ്. നീ കാണുന്നത് കാണേണ്ടാത്ത കാഴ്ചകളും കേൾക്കുന്നത് കേൾക്കേണ്ടാത്ത കേൾവികളുമാണ്. നിങ്ങൾ അത്രയെങ്കിലും മനസ്സിലാക്കിയല്ലോ. ചിലരുടെ ഭാഷയിൽ ഞാൻ ദുർനടപ്പുകാരിയും ലഹരിക്കടിമയായി ഏതോ ചിത്തരോഗാശുപത്രിയിൽ നിന്നും ചാടിപ്പോന്നവൾ, സ്വന്തം തെറ്റുകളെ മറയ്ക്കാൻ വ്യവസ്ഥിതികളെ സ്വയം വികലമായി ചിത്രീകരിച്ച് അവയ്ക്ക് നേരെ ചെരുപ്പെറിഞ്ഞ് കാർക്കിച്ചു തുപ്പുന്നവളെന്ന് സൈബർ പോരാളികളുടെ സ്ഥിരം ഭാഷകൾ വേറെയും. നിന്റെ മകൻ കുറ്റം ചെയ്തില്ലെന്നാണോ നീ പറയുന്നത്? കുറ്റമോ? കുറ്റമെന്നാൽ എന്താണ്? കവിത എഴുതുന്നതും പ്രസംഗിക്കുന്നതും കുറ്റമാകുമോ? അവൻ എഴുതുന്ന അക്ഷരങ്ങളിൽ രാജ്യദ്രോഹ ചിഹ്നങ്ങൾ ഉണ്ട് പോലും. അവന്റെ പ്രസംഗങ്ങളിലെ വാക്കുകൾ തീ കനലുകളായി ചിതറി വീണ് അവിടെ അഗ്നിബാധയുണ്ടാവും പോലും. നമുക്കെന്തിനാണ് പുതിയ കഥകളും കവിതകളും? എന്തിനാണ് പുതിയ പുതിയ ബോധ്യപ്പെടുത്തലുകളും പ്രബോധനങ്ങളും? നമ്മുടെ കുട്ടികൾക്ക് വായിക്കുവാനും അതുവഴി വളരുവാനും പൗരാണിക ഭാരത ദർശനങ്ങളുടെ അന്തസത്ത അടങ്ങിയ പുണ്യപുരാണ ഗ്രന്ഥങ്ങളില്ലേ? ആധുനിക ശാസ്ത്രം വളരുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പ്രഗത്ഭരായ ഋഷീശ്വരന്മാർ പ്ലാസ്റ്റിക് സർജറിയും വിമാനവും കണ്ടുപിടിച്ചു. അവരുടെ പാതാരവിന്ദങ്ങൾ നെറുകയിൽ ഏറ്റുവാങ്ങുകയല്ലേ നമുക്ക് വേണ്ടത്? ഏവർക്കും പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയും പരിസ്ഥിതിവാദിയും എഴുത്തുകാരിയുമായിരുന്ന പ്രകൃതി സൂര്യകിരൺ കൊല്ലപ്പെട്ടു. അവരോടൊപ്പമുണ്ടായിരുന്ന അവരുടെ ഏക മകൻ മഹേഷ് ചന്ദ്ര സൂര്യകിരണിനെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 3:30 വീട്ടിൽ നിന്നും ഇറങ്ങിയ അവർക്ക് നേരെ കാറിലെത്തിയ അക്രമി സംഘമാണ് നിറയൊഴിച്ചത്. കൊലപാതകത്തിന് കാരണം വ്യക്തമല്ല. കൊലപാതകികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ മാസം 15-ന് പ്രകാശനം ചെയ്ത അവരുടെ മകൻ മഹേഷ് ചന്ദ്രകിരണിന്റെ ഉരുൾപൊട്ടൽ എന്ന കവിതാ സമാഹാരവുമായി ബന്ധപ്പെട്ട് ചില മതസംഘടനകൾ രംഗത്തെത്തിയിരുന്നു. കവിതയിലെ ഏതോ ഒരു വാക്കിൽ ദൈവനിന്ദ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും അതിനാൽ പുസ്തകം നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് പുസ്തകങ്ങളുടെ കോപ്പികൾ അക്രമികൾ കത്തിച്ചിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാകാം ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. അനുദിനം വർദ്ധിച്ചു വരുന്ന അക്രമ പരമ്പരകൾ മൂലം ജനജീവിതം കൂടുതൽ വഷളാകുന്ന അവസ്ഥയിലേക്ക് മാറുന്ന കാഴ്ചകൾ. എവിടെയാ മായാജാലക്കാരി? ഒടുവിൽ അവളും എന്റെ വാൾത്തലത്താളത്തിൽ. എവിടെയാ മായാജാലക്കാരി? ഒടുവിൽ അവളും എന്റെ വാൾത്തലത്താളത്തിൽ. ഒരിക്കൽ ഏറ്റവും ദരിദ്രരായ ജനങ്ങളാൽ എൻ്റെ രാജ്യത്തെ അരാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദ്യം ചെയ്യപ്പെടും. ഏകാന്തവും ചെറുതുമായൊരു ജ്വാല പോലെ രാജ്യം ക്രമേണ നശിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. വൈക്കം മേഖലയുടെ പേരിലും രംഗധ്വനിയുടെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. 25-ാം ദിവസമായ നാളെ ഇതേ സമയം ഇതേ പ്ലാറ്റ്ഫോമിൽ ചോരണകൂര എന്ന നാടകം കേൾക്കാവുന്നതാണ്. രചന ജയപ്രകാശ്, സംവിധാനം ജ്യോതി കുമാർ. നന്ദി, നമസ്കാരം.